ജനം ടി.വി. സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃത കേരളം പദ്ധതിക്ക് ഡൽഹിയിൽ തുടക്കമായി. മലയാളികൾക്കിടയിൽ പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി 7 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സുഹൃത കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ. ഡൽഹി കേരള ഹൗസിൽ നടന്ന പരിപാടിയിൽ ജനം ടി.വി. പ്രഭാരി എ. ജയകുമാർ സുഹൃത കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് സ്വാമി നിജാമൃതാനന്ദപുരി മാർഗനിർദ്ദേശം നൽകി. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, മയക്കുമരുന്ന് രഹിത സമൂഹം, നൈപുണ്യ വികസനം, സ്വയം സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലയിലെ ഉന്നമനത്തിനുള്ള വിവിധ പദ്ധതികൾ ജനം സൗഹൃദവേദി സുഹൃത കേരളത്തിലൂടെ നടപ്പാക്കും. ഡൽഹിയിൽ സുഹൃത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും കേരള ഹൌസിൽ നടന്നു. സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് അനിവാര്യമാണെന്നും സുഹൃത കേരളത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നതായും പരിപാടിയിൽ മാർഗനിർദ്ദേശം നൽകിയ ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സ്വാമി നിജാമൃതാനന്ദപുരി പറഞ്ഞു. ഹോസ്പിറ്റൽ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ, ഭക്തന്മാരല്ലാത്ത ആൾക്കാർ വരെ ഓരോരോ ജോലി അവരെ ഏൽപ്പിക്കുമ്പോഴേക്ക് അവർ പറയുമായിരുന്നു, അമ്മയുണ്ടല്ലോ, അമ്മയുടെ ഇച്ഛ, അമ്മയുടെ കൃപ ഉണ്ടായാലും എല്ലാം നടക്കും സ്വാമി എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഈശ്വരൻ, ഗുരു, അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്തോളും, ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തോളും. ഈ കയ്യും കാലും നൽകിയിട്ട് ഒരു ബുദ്ധിയും നൽകി നമ്മളെ ഇവിടെ വിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ദൗത്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. ഈശ്വരേച്ഛ അനുസരിച്ച് നടക്കേണ്ട എല്ലാം നടക്കും, അത് സ്വാഭാവികമായിട്ട് നടക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈശ്വരൻ വന്നാൽ ചെയ്യും, അല്ലെങ്കിൽ സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ആൾ ആരെങ്കിലും, അയൽവക്കക്കാരെങ്കിലും ഒക്കെ ചെയ്യും എന്ന് ധരിച്ചാൽ അത് നടക്കൂല. നമ്മൾ സ്വയം ധരിച്ച്, നമ്മൾ സ്വയം സ്വീകരിച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ പോയാലേ ഈ ഭാരതം മൊത്തം ഒന്ന് ഉയർന്നു വരൂ. സുഹൃത കേരളത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ജനം ടി.വി. പ്രഭാരി എ. ജയകുമാർ പരിപാടിയിൽ വിശദീകരിച്ചു. ഏകദേശം 3.5 കോടി വരുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിൽ വസിക്കുന്ന എല്ലാ മലയാളികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ സഹായങ്ങൾ, ധനസമ്പത്ത് ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലോകത്തെവിടെയുമുള്ള മലയാളിയെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, ഭാവനയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണിത്. ഇത് ഒരുപക്ഷെ ഇത് വളർന്ന് 1 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ഒരു സേവന പ്രവർത്തനമായിട്ട് ഇത് മാറും. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, ഓർഗനൈസർ മുൻ ചീഫ് എഡിറ്റർ ആർ. ബാലശങ്കർ, ദൂരദർശൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരി, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിതിൻ വത്സൻ, അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു. ജനം സൗഹൃദവേദി പ്രസിഡന്റ് എം.ഡി. ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, അർജുൻ വെള്ളോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ഡൽഹി.